വെൽക്കം ടു ഫുഡ് അറ്റാക്ക്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഹാങ് ഔട്ട് പ്ലേ വേൾഡിലാണ്. കോട്ടയംകാരുടെ രാത്രികാലങ്ങളെ രുചി നിർഭരമാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഹാങ് ഔട്ട് പ്ലേ വേൾഡിൽ 9 ഫുഡ് സ്പോട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കിടുക്കൻ ഫുഡ് ഐറ്റംസ് എല്ലാം ഇതേപോലെ ആസ്വദിച്ച് നിന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ മേക്ക് ചെയ്തിരിക്കുന്ന ആ ഫുഡ് സ്പോട്ടിൻ്റെ സെറ്റപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ട്രീറ്റ് ഫുഡ് രീതി തന്നെയാണ് ഈ ഒരു ഫുഡ് സ്പോട്ട് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് കൂടാണ്ട് കുട്ടികളുമായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാർക്കും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നല്ല സെലിബ്രേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. കോട്ടയംകാരുടെ തനതായ ഷാപ്പിലെ കറികളിലേക്ക് നമ്മൾ ആദ്യം എത്തി നോക്കുന്നത്. ഇതാ ബീഫാണ് ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചുടുചൂടാ വരട്ടിയ ബീഫും പിന്നെ അതുകൂടാണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറിയും കോട്ടയംകാരുടെ പിടിയും ആ പിടിയുടെയൊക്കെ കൺസിസ്റ്റൻസി വേറെ ലെവല് തന്നെ ആയിരുന്നു. പിന്നെ താറാവും ഒപ്പാസ് കറി, ആഹാ എന്നാ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബീഫ് കറി, ബീഫ് ഫ്രൈ, അതും തേങ്ങാ കൊത്തിട്ട് വെച്ചത്. പിന്നെ നല്ല നാടൻ ചെമ്മീൻ ഫ്രൈ, ചിക്കൻ ഫ്രൈയും പിന്നെ ഇതിന്റെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അൾട്ടിമേറ്റ് കോമ്പോ മഞ്ഞക്കപ്പയും നല്ല കിടുക്കൻ കള്ളപ്പവും. ഇവിടെ കള്ള് കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഷാപ്പിലെ ഫുഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പുതിയ പുതിയ മെനു അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചാറ്റ് ആൻഡ് പേസ്ട്രി കൗണ്ടർ ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടും ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ പാനിപൂരി, ബേൽപൂരി, മസാലപ്പൂരി, ഇങ്ങനെ പല പൂരി ഐറ്റംസും കൂടാണ്ട് പല പേസ്ട്രി ഐറ്റംസും സ്വീറ്റ് ഐറ്റംസുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതല്ലാണ്ട് വേറൊരു കേക്കിൻ്റെ ഷോപ്പ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അവിടെ പല വെറൈറ്റി ഓഫ് കേക്ക് ഐറ്റംസും. ഒരു കേക്ക് പ്രേമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല കിട്ടുക്കാൻ കേക്ക് ഐറ്റംസ് ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മൂക്കിലേക്ക് ഒരു മണടിച്ചാൻ കയറി. എൻ്റെ പൊന്നു മക്കളെ, തലശ്ശേരിയുടെ സ്വന്തം ദം ബിരിയാണി നമ്മുടെ കോട്ടയത്ത് അവൈലബിൾ ആയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഫുഡ് നമ്മൾ എങ്ങനെ കഴിക്കാണ്ട് പോകും. അപ്പോൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ കണ്ട കഴിഞ്ഞാൽ നല്ല ചട്ടിപ്പത്തിരി ഉന്നക്കായൊക്കെ അവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. പിന്നെ ഓൺ കുക്കിങ്ങിൽ നല്ല അരിപ്പത്തിരി അവിടെ കിടന്ന് കുക്കാവുന്നുണ്ട്. അപ്പോൾ ദം ബിരിയാണിയുടെ അടുക്കളയിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടത് റൈസും മസാലയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫുഡിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അപാരമായിട്ടുള്ള ഫുഡ് ഐറ്റം. ഇത് കൂടാതെ മറ്റു ഫുഡ് ഐറ്റംസിലേക്ക് നോക്കിയപ്പോൾ മട്ടൺ സ്റ്റൂ ഉണ്ടായിരുന്നു, നല്ല കിട്ടുക്ക മട്ടൺ സ്റ്റൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നാടൻ കോഴിക്കറി, മലബാർ സ്റ്റൈൽ കോഴിക്കറി. അത് കൂടാതെ കുരുമുളക് ഇട്ട് വെച്ചിട്ടുള്ള നല്ല മട്ടൻ കറി വേറെ. ഇത്ര ഐറ്റംസ് മാത്രമല്ല, പിക്ചർ ബിബാക്കി ഹെ ബൈ. അപ്പൊ ഇനി നെക്സ്റ്റും കുറച്ച് ഐസ്ക്രീം കഴിച്ചാലോ. ഐസ്ക്രീമിന്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ പല ഫ്ലേവേഴ്സിൽ പല വർണ്ണങ്ങളിൽ നല്ല കിണ്ണം കാച്ചിയ ഐസ്ക്രീം ഐറ്റംസ് ഉണ്ട്. കൂടാതെ ഷേക്ക് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കാവുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ വഴിയുണ്ട്. ഷവർമാഷിയുടെ ഒരു കിടുക്കൻ സോഡയുണ്ട് ഇവിടെ, നല്ല കിലുകിലുക്കൻ സോഡ. ഒന്നും പറയാൻ പറ്റാത്ത നല്ല സൂപ്പർ ഫ്ലേവേഴ്സിലുള്ള വെറൈറ്റി ഐറ്റംസ്. അത് ഒരെണ്ണം മേടിച്ച് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാണ്ടല്ല ഒരു വല്ലാത്ത റീഫ്രഷ്മെന്റ് തന്നെയാണ്. ആ ഒരു സോഡ കുടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരോട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് മസ്റ്റ് ട്രൈ എന്ന് പറയുന്ന ഒരു ഐറ്റംസിൽ ഒന്നാണ് ഈ ഷവർമാഷി ഒരു സോഡ എന്ന് പറയുന്നത്. കൂടുതലായി ഫുഡ് ഐറ്റംസ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അവരുടെ മെനുവിൽ. ബാർബിക്യൂ ആയിക്കോട്ടെ, അൽഫാം ഐറ്റംസ് ആയിക്കോട്ടെ, അതൊക്കെ പുറകെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് മോമോസ് എന്ന് പറയുന്നത്. ആ മോമോസിന്റെ അടുത്തേക്കാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള മോമോസ് ഐറ്റംസ് അവിടെ കിടന്ന് സ്റ്റീമിൽ കുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കുറെ മോമോസ് ഐറ്റംസ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് 9 വെറൈറ്റി ഓഫ് മോമോസ് ആണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരും ഇവിടെ ഉണ്ട്. കുറെ പേര് പുതിയതായിട്ട് വന്ന് മോമോസ് ടേസ്റ്റ് ചെയ്യുന്നവരുണ്ട്, പാഴ്സൽ വാങ്ങിയിട്ട് പോകുന്നവരുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഒരു കട്ടൻ ചായ അടിക്കാൻ വേണ്ടി പോവാം. അതായത് നല്ല മസാല കട്ടൻ കിട്ടുന്ന ഒരു സ്പോട്ടും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഫുൾ ടൈം ഉള്ള ഒരു സ്പോട്ടായിട്ടാണ് അവർ പറയുന്നത്. ഈ ഒരു മസാല കട്ടൻ അടിച്ചു കഴിഞ്ഞാണ്ടല്ല പൊന്നു മക്കളെ, ഒരു വല്ലാത്ത ഫീൽ തന്നെയായിരുന്നു. ഈ കട്ടൻ ചായയുടെ ഒരു പ്രത്യേകതയാണ്, അത് എപ്പോൾ കുടിച്ചാലും അതിൻ്റെ ആ ഒരു ഉഷാറ് അത് വേറെ ലെവല് തന്നെയാണ്. അപ്പൊ ഈ കട്ടൻ ചായ അല്ല, നിങ്ങൾക്ക് ഇനി ഒരു കോഫിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്യാപ്പിച്ചിനോ കുടിക്കണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കോഫി ലാബ് എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പല ടേസ്റ്റിലുള്ള കോഫി ഐറ്റംസ്, ക്യാപ്പിച്ചിനോ ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ഫുഡ് ഐറ്റംസും ഒരു സ്പോട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്പോട്ട് തന്നെയാണ് ഹാങ് ഔട്ട് പ്ലേ വേൾഡ് എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടോ വന്ന് എന്റർടൈൻ ചെയ്യാനും ഫുഡ് ഐറ്റംസ് കഴിക്കാനും ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പോട്ട് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഞാൻ ഇനി എന്റെ ഫുഡ് അടിയിലേക്ക് കിടക്കുകയാണ്. വേറെ ഓരോ ഓപ്ഷനും ഇല്ല. നമുക്ക് തലശ്ശേരി ദം ബിരിയാണി, ആ ദമ്മ് പൊട്ടിച്ചപ്പോൾ മൂക്കിലേക്ക് അടിച്ച മണം അത് എന്നെ വേറെ ഒരു ഫുഡിനെ ടേസ്റ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ഈ ഒരു ദം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ആ ദം ബിരിയാണി എടുത്ത് നമ്മുടെ ചെറുക്കനോട് പറഞ്ഞ് മേലിലേക്ക് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അപ്പർ ഡെക്കിൽ ഒരു പോർഷൻ ഉണ്ട്. ആ അപ്പർ ഡെക്കിൽ പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറായിരിക്കുന്നത്. നേരെ അപ്പർ ഡെക്കിലേക്ക് പോകുന്നു. അവിടെ ചെന്നിരുന്നിട്ട് ആ ബിരിയാണി ആസ്വദിച്ച് ഞാൻ കഴിച്ചു തുടങ്ങാന്ന് വെച്ചപ്പോഴത്തേക്കും തന്നെ നല്ല കിടുക്കൻ ഒരു മെലഡി സോങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ആ സോങ് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പറ്റില്ല, കോപ്പറേറ്റ് ഇഷ്യൂ വരും. റൈസ് എന്നൊക്കെ പറഞ്ഞ നല്ല തുമ്പപ്പൂ പോലെ കിടക്കുന്ന റൈസ്, അതിന്റെ മേലിലേക്ക് നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള ആ ചിക്കൻ പീസിനെ എടുത്തിട്ട് അങ്ങ് വെച്ച് കഴിച്ചു കഴിഞ്ഞാണ്ടല്ല
എന്താ രുചി! ആ ഒരു ചിക്കൻ്റെ കൺസിസ്റ്റൻസി, വേവ് എന്നൊക്കെ പറഞ്ഞാൽ ആ തലശ്ശേരി ദം ബിരിയാണിയുടെ അതേ ക്വാണ്ടിറ്റി, അതേ കൺസിസ്റ്റൻസിയിൽ നമുക്കിവിടെ കോട്ടയത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ അതൊരു മഹാസംഭവമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. രുചിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് വരുത്താത്ത ഇതേപോലുള്ള നല്ല ഫുഡ് ഐറ്റംസുകൾ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള സ്പോട്ടുകളും ഇനിയും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ ഒരു സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ഏറ്റുമാനൂർ ഹാങ് ഔട്ട് പ്ലേ വേൾഡ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് രൂപേണ അറിയിക്കുക.